ഭർത്തൃപീഡനത്തെ തുടർന്ന് സമാനമായി ഇന്ന് മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത് കണ്ണൂരിലാണ്. പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടിയ അമ്മ മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് വന്നത്. വയലപ്ര സ്വദേശി റീമയാണ് മരിച്ചത്. 3 വയസ്സുകാരൻ മകൻ ഋഷിപ് രാജിനായി തിരച്ചിൽ തുടരുകയാണ്. ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് മരണത്തിന് കാരണം എന്നാണ് റീമയുടെ ബന്ധുക്കൾ പറഞ്ഞത്. റീമയുടെ പിതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. കുട്ടീനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അങ്ങനെല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചിട്ട് പറയണം എന്താ ഇങ്ങനെയുണ്ട്. ഒരു വിഷയം നമ്മളോട് ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല. ഈ ശരിക്കും ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമേ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് ഈ കുട്ടിയെ തിരികെ വേണം എന്നായിരുന്നു? അതെ, അതാണ് അവൻ്റെ ഉദ്ദേശം. കാരണം നീ വേണ്ട, നീ പോയിട്ട് ആത്മഹത്യ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കുട്ടീനെ കിട്ടിയാൽ മതി, ഞാൻ കുട്ടീനെ എടുത്തിട്ട് പോകുന്നു. അങ്ങനെയെല്ലാം ഭർത്താവിനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഈ ഒരാഴ്ച മുമ്പായിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞത്. ഇപ്പം വന്നതിന് ശേഷമാണ് ഈ ഒരാഴ്ചയായിട്ട്. ഇല്ല, ആ ഒരു ദിവസം വന്നതേ ഉള്ളൂ. അതിന് മുന്നേ പിന്നെ ഇവിടെ വിളിച്ചിട്ട് ഭീഷണിയാക്കിയതാണ് ടെലിഫോണിലേക്കൂടെ. അന്നേരം ഇവിടെ എന്നോട് പറഞ്ഞ ഇങ്ങനെയുണ്ട് അച്ഛൻ. പിന്നെ ഞാൻ പറഞ്ഞ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നമുക്ക് വേണ്ടും പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാണ്. മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ലേ? അപ്പോൾ എന്തായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടി? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഗാർഹിക പീഡനം അമ്മയുടെ പേരിൽ കൊടുത്തതാണ്. അപ്പോൾ അവർ പിന്നെ അന്വേഷിച്ച് അതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോയതില്ല, നമ്മൾ അറിയിച്ചിട്ടില്ല അവർ. അല്ല, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മൾ ഈ ഓപ്ഷൻ തന്നെ കൊടുത്തിരുന്നത് ഇവരോട്. കാരണം ഒന്നിക്കൽ നീ കൂട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ പിന്നെ നീ എവിടെയെങ്കിലും വാടകയ്ക്ക് കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ കൂടെ അവൾ താമസിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒന്നിനും തയ്യാറല്ല. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാ? അതന്നെ ഇപ്പോൾ ഒരു വർഷമായി, മാർച്ചിൽ. അതെ. ഈ ഗൾഫിൽ നിന്ന് ഈ തവണ വന്നതിന് ശേഷം പോലീസ് ഹാജരാകാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാ മോള് പറഞ്ഞത്. അങ്ങനെയാന്ന് അവൻ വന്നെന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്നില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നില്ല എന്തോ ഒരു ഇത് കിട്ടിയിട്ടാണ് ഗാർഹിക പീഡനത്തിൻ്റെ എന്തോ. അത് ഞാൻ സംസാരിച്ചിട്ടില്ല അവനായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരം മാനസിക പീഡനങ്ങൾ നിങ്ങളോട് കൃത്യമായ സമയത്ത് തന്നെ പങ്കുവച്ചിരുന്നോ റീമ? ഇല്ല, അവള് വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയാറില്ല. പക്ഷെ ഇത് സംഭവം എന്തോ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവള് ഉണ്ട് ഇങ്ങനെ പറയലുണ്ട്. ആ അമ്മ ഇങ്ങനെയാ. ഞാൻ പറഞ്ഞ മോള് കുടുംബമല്ലേ, ജീവിതമല്ലേ, അങ്ങനെ എല്ലായിടെയും ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലായിടെയും കിട്ടിയെന്ന് വരില്ല. നമ്മളെ സ്നേഹം എല്ലായിടൊന്നും ഇതായിട്ട് വരില്ല. കാരണം അതൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അന്നേ മുന്നേ ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ സ്ത്രീനെ പറ്റിയിട്ട് അവൾക്ക് എപ്പം പരാതി ഉണ്ടാവില്ല. അവനോടും ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ വാക്ക് മാത്രം നീ കേട്ടിട്ട് നിൽക്കല്ല. കാരണം എൻ്റെ മോള് നിന്നെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നതാണ്. നിൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് നീ മാത്രമേ ഉള്ളൂ. അമ്മ ഇങ്ങനെയാണെങ്കിൽ അമ്മക്ക് അച്ഛനുണ്ട്. നിനക്കെന്ന് വെച്ചാൽ നിൻ്റെ ഭാര്യയും കുട്ടീനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അമ്മയുടെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര ഇതാവുന്നത്? അമ്മേനെ സംരക്ഷിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല, അമ്മേനെ നോക്കണം. പക്ഷെ ഭാര്യനും കുട്ടീനെയും ആദ്യം നോക്ക് നീ. അതിന് ഓന് ഇതില്ല. അവൻ്റെ അമ്മ എന്താ പറയുന്നത് അതുപോലെ കേൾക്കൂല. ഇനിയിപ്പോൾ എൻ്റെ ഓന് ഇവിടെ മോളെയും കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് പറയും, ഫോണിൽ വിളിക്കുക, ആ ഫോൺ അറ്റൻഡ് ചെയ്ത് അതേമാതിരി ചങ്ങായി പ്രവർത്തിക്കുമല്ലോ. വേറെ ഇവക്കൊരു അവസാനമായി ഫോണിൽ എന്താണ് കുറിച്ചിട്ടത്? ഫോണിൽ ഉത്തരവാദിത്തം അവരാണെന്നുള്ളത്. ഫോണിലും എൻ്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവിൻ്റെ അമ്മയും തന്നെയാണെന്നുള്ളത്. 1.5 വർഷമായി മാറി താമസിക്കുന്നു. ഒരു 1.5 വർഷമായി പ്രശ്നം കൊണ്ട് കളിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് മകനുമായി പുഴയിലേക്ക് ചാടിയ റീമയുടെ പിതാവാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്തൃവീട്ടുകാരുമാണ് എന്നതാണ് പിതാവ് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ തങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ എന്നാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെയാണ് ആ പിതാവ് പറയുന്നത്. ബന്ധുക്കളുടെ ആരോപണം നേരത്തെ വന്നതാണ്. ഭർത്താവും വീട്ടുകാരുമാണ് ഈ മരണത്തിന് കാരണം എന്നുള്ളതാണ് നേരത്തെയും ബന്ധുക്കൾ പറഞ്ഞത്. 1.5 വർഷമായിട്ട് ഇപ്പം വരെ വീട്ടുകാരുമായിട്ട് അകന്നിട്ട് ഇവിടെയാണ് താമസം. ഒന്നാമത് ഭർത്താവിൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് മാനസികമായിട്ടുള്ള നല്ല രീതിയിലുള്ള പീഡനം
ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കേസും കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുഞ്ഞിനെ എന്തായാലും കൊണ്ടുപോകണം എന്നില്ല, അവൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ആദ്യം വരുന്നില്ല രീതിയിൽ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് റീമയുടെ പിതാവ് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങൾ, ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പെരുമാറ്റങ്ങൾ, അതൊക്കെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിവരങ്ങളുമായി. അരുൺ, നേരത്തെ പിതാവ് പറഞ്ഞത് തങ്ങൾക്കറിയാമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത്, പക്ഷേ അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്ന തരത്തിലേക്ക് ഈ മകളോട് ഉപദേശം നൽകി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പിതാവ് പറഞ്ഞത്? മകനുമായി പുഴയിൽ ചാടുകയായിരുന്നു. ഷോളിൽ കെട്ടിവെച്ചുകൊണ്ടാണ് റീമ പുഴയിലേക്ക് ചാടിയത്. റീമയുടെ മൃതദേഹം ലഭിച്ചു. പക്ഷെ 3 വയസ്സുകാരൻ ഋഷിപ്പിൻ്റെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഋഷിപ്പിനായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. പ്രതികൂല കാലാവസ്ഥ ഒരു തടസ്സമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോട് എൻ്റെ ചോദ്യം കേട്ടെന്ന് കരുതുന്നു. വിവരങ്ങൾ. അനുജ, 3 വയസ്സുകാരന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുഴയിൽ തുടരുകയാണ്. ഫയർഫോഴ്സ്, സ്കൂബ സംഘം, നാട്ടുകാരെല്ലാം ചേർന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ എല്ലാം അതിന് ഈ തെരച്ചിലിന് തിരിച്ചടിയാവുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് റീമയുടെ പിതാവാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം കൃത്യമായി ആരോപിക്കുകയാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ അതിന് കാരണം ഭർത്താവിൻ്റെയും അതോടൊപ്പം തന്നെ ഭർത്തൃ വീട്ടുകാരുടെയും ആ പീഡനമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് പറയുന്നത്. ഏകദേശം 9 വർഷം മുമ്പാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞ സമയത്താണ് ഭർത്തൃ വീട്ടുകാരുടെ തരത്തിലുള്ള മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായത്. അത് ഭർത്താവ് അതിന് പിന്തുണ നൽകി. ആ വീട്ടുകാരും അതോടെ പ്രത്യേകിച്ച് ഈ ഭർത്താവിൻ്റെ മാതാവിന് എതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഭർത്താവും അതിനൊപ്പം നിന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. കമൽരാജ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം ഗൾഫിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഈ നാട്ടിലേക്ക് എത്തിയത്. 1.5 വർഷമായി റീമയും അതോടൊപ്പം തന്നെ ഈ ഭർത്താവും അകന്നു കഴിയുകയാണ്. റീമയുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് വീട്ടുകാരെ അറിയിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് ഇവിടെ സ്വന്തം വീട്ടിൽ താമസിക്കുകയാണ്. ഈ കാലയളവിലൊക്കെ ഫോണിലൊക്കെ വിളിച്ച് ഭർത്താവിൻ്റെ പീഡനം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ഭർത്താവ് എത്തിയതിന് ശേഷം കുട്ടിയെ എനിക്ക് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി. ഇന്ന് വീണ്ടും വരുമെന്ന് അറിയിച്ചു. അങ്ങനെ സമ്മർദ്ദം തുടർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജീവൻ ഒടുക്കുന്നതിലേക്ക് എത്തിയത്. അത് ഒരു വാട്സാപ്പ് കുറിപ്പായി സന്ദേശമായി കുറിച്ചു വച്ചിട്ടുണ്ട്. അതുൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് പിതാവ് പറയുന്നത്. അത്തരത്തിലുള്ള നിയമ നടപടി വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ആ 3 വയസ്സുകാരന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിലിപ്പോൾ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ഒക്കെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചോ അരുൺ? ഭർത്താവിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ സംസാരിക്കാനില്ല എന്നതാണ് പറഞ്ഞത്. പോലീസും അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പോലീസ് നിലവിൽ പഴയങ്ങാടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പിതാവ് പറഞ്ഞതുപോലെ തന്നെ റീമ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വാട്സാപ്പിൽ സ്വന്തം വാട്സാപ്പിൽ തന്നെ തൻ്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവിൻ്റെ അമ്മയുമായിരിക്കും എന്ന് കുറിച്ചിട്ടിട്ടുണ്ട്. അതുൾപ്പെടെ പോലീസിന് ഇന്ന് രാവിലെ ഈ സംഭവത്തിന് ശേഷം കൈമാറിയിട്ടുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ആത്മഹത്യ, പ്രേരണ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അവർക്കെതിരെ ചുമത്തണം എന്നതാണ് നിലവിൽ ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ട് നമ്മൾ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇവർ പറയുന്നത് ആത്മഹത്യക്ക് പിന്നിൽ കാരണം പീഡനമാണ്, മാനസിക പീഡനമാണ്. അതൊടുവിൽ ഈ ഭർത്താവ് ഗൾഫിൽ വന്നതിന് ശേഷം കൂടുതൽ സമ്മർദ്ദമുണ്ടായി. അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് ആരോപിക്കുന്നത്. ശരി. കണ്ണൂർ വയലപ്രയിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്.